Welcome to RN Success Hub. Today we will see MCQ questions from growth and development. Growth and development characteristics and factors affecting growth and development, theory, milestone, everything we have seen. Now we will go through possible MCQ question from growth and development. So let us start the question. Now first question is, which of the following is the primary focus of Jean Piaget theory of cognitive development? That means the question is, according to Jean Piaget, what we are primarily focusing on. That is growth and development il 4 theory already we have already discussed 4 theory undu: psychosocial, psychosexual, cognitive and moral development. അപ്പോൾ നമ്മൾ ഈ 4 തിയറി നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ഇത് ചോദിച്ചിരിക്കുന്നത് ജീൻ പിയാജറ്റ് ആണ്. അപ്പോൾ ഇത് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻ നോക്കാം. ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ ഫസ്റ്റ് വൺ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, മോറൽ റീസണിങ്, സ്റ്റേജസ് ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്, ലാംഗ്വേജ് അക്വിസിഷൻ. അപ്പോൾ 4 ഓപ്ഷൻസ് ആണുള്ളത്. ദെൻ ഓൾറെഡി വി ഷുഡ് നോ വാട്ട് ആർ ദ തിയറീസ്. അപ്പോൾ ജീൻ പിയാജറ്റിൻ്റെ തിയറി കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറിയാണ്. കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി മീൻസ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻ്റ് ആണ്. ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ഓരോ സ്റ്റേജസ് അനുസരിച്ചുള്ള ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ സോഷ്യൽ ആൻഡ് ഇമോഷണൽ തിയറി ഏതിൻ്റെ അണ്ടറിലാണ് പോകുന്നത്? അത് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റൽ തിയറി ബൈ എറിക് എറിക്സൺ ആണ്. മോറൽ റീസണിങ് എന്തിൻ്റെ അണ്ടറിലാണ് പോകുന്നത്? മോറൽ ഡെവലപ്മെൻറ്റൽ തിയറി ബൈ ലോറൻസ് കോൾബർഗ് ആണ്. ദെൻ ലാംഗ്വേജ് അക്വിസിഷൻ ഇൻ്റലക്ച്വലിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ദ സ്റ്റേജസ് ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്, അതായത് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് 4 സ്റ്റേജ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടേക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ആൻസർ ഈസ് സി, അതായത് സ്റ്റേജസ് ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ. ഞാനത് ഇത്ര ഡിസ്കസ് ചെയ്ത് ഓൾറെഡി അതിനെക്കുറിച്ചുള്ള ക്ലാസ്സൊക്കെ കഴിഞ്ഞതുകൊണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു എറിക് എറിക്സൺ സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റൽ തിയറി വിച്ച് സ്റ്റേജ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ചലഞ്ചസ് ഓഫ് ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പെയർ. അപ്പോൾ നമുക്ക് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റൽ തിയറി എറിക് എറിക്സൻ്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറിയിൽ 8 സ്റ്റേജാണല്ലോ. ദർ ആർ 8 സ്റ്റേജസ് ഇൻ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റൽ തിയറി ബൈ എറിക് എറിക്സൺ. എന്താണ് ഈ പേര് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരുടെ സ്റ്റഡികളുണ്ട്. നമ്മൾ അഡോപ്റ്റ് ചെയ്തേക്കുന്നത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എറിക് എറിക്സൻ്റെ തിയറിയാണ്. അതാണ് നമുക്ക് കൂടുതൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള 8 സ്റ്റേജ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. സെക്കൻഡ് സ്റ്റേജ് ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. തേർഡ് ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ. ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. ഈഗോ ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പെയർ. അത്രയാണ് നമുക്കുള്ളത്. അപ്പോൾ എത്രാമത്തെ സ്റ്റേജാണിത്? ഈഗോ ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പെയർ വരുന്നത് എവിടെയാണ്? 65 വയസ്സിന് ശേഷമാണ്. ആഫ്റ്റർ 65 ഇയേഴ്സിലാണ് ഈഗോ ഇൻറ്റഗ്രിറ്റി വരുന്നത്. അപ്പം നമുക്കിതിൻ്റെ അകത്ത് ഓപ്ഷൻസ് നോക്കാം. അഡോളസെൻ്റ് വരുന്നതല്ല. അഡോളസെൻ്റ് വരുന്നത് എന്താണ്? ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. അപ്പോൾ ഇതല്ല. നെക്സ്റ്റ് യങ് അഡൽട്ട്ഹുഡ്. യങ് അഡൽട്ട്ഹുഡിലല്ല. ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ ആണ്. ദെൻ മൂന്നാമത്തെ എന്താണ്? മിഡിൽ അഡൽട്ട്ഹുഡ്. മിഡിൽ അഡൽട്ട്ഹുഡിൽ വരുന്നതല്ല. ഇൻറ്റഗ്രിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ ആണ്. നെക്സ്റ്റ് ലേറ്റ് അഡൽട്ട്ഹുഡ്. ലേറ്റ് അഡൽട്ട്ഹുഡിൽ വരുന്നത് എന്താണ്? ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പെയർ ആണ്. അപ്പോൾ നമ്മൾ ഈ 8 സ്റ്റേജ് അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കണം. എല്ലാ തിയറിയിലെയും ഓരോ സ്റ്റേജസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് ഫ്രോഡ് സൈക്കോസെക്ഷൽ തിയറി ഡസ് ദ ചൈൽഡ് ഡെവലപ്പ് എ സെൻസ് ഓഫ് റൈറ്റ് ആൻഡ് റോങ്? മീൻസ് സിഗ്മണ്ട് ഫ്രോഡിൻ്റെ സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റ് തിയറി അനുസരിച്ച് ഒരു ബേബി റൈറ്റ് ആൻഡ് റോങ്ങിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഏത് ഏജിലാണെന്നാണ്. ഞാൻ ഓൾറെഡി മൈൽ സ്റ്റോണിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സ്റ്റേജസ് എത്രയൊക്കെയാണ്? 5 സ്റ്റേജാണ് സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റ് തിയറിയിലുള്ളത്. അത് ഫസ്റ്റ് സ്റ്റേജ് ഓറൽ സ്റ്റേജ്, ഏനൽ സ്റ്റേജ്, തേർഡ് ഫാലിക്, ഫോർത്ത് ലേറ്റൻസി, ഇനി ഒരു സ്റ്റേജ് കൂടെ ഉള്ളതുകൊണ്ടെന്നാണ് ജെനിറ്റൽ സ്റ്റേജാണ്. അങ്ങനെ 5 സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് ഓറൽ സ്റ്റേജ് എന്താണ്? ക്വസ്റ്റ്യൻ, ഡെവലപ്പ് സെൻസ് ഓഫ് റൈറ്റ് ആൻഡ് റോങ്. റൈറ്റ് ആൻഡ് റോങ്ങിനെ എപ്പോഴാണ് ഒരു ബേബി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്? ഓറൽ സ്റ്റേജ് മീൻസ് ജസ്റ്റ് ഫീഡിങ് അങ്ങനെയുള്ളതാണ്. സോ
അതിൻ്റെ അകത്ത് ഈ അല്ല, നമുക്ക് ഉറപ്പാണ്. അടുത്തത് ഏനൽ സ്റ്റേജ് ടോയ്ലറ്റ് ട്രെയിനിങ് ആണ്. ആ പ്രായത്തിലും റൈറ്റ് ആൻഡ് റോങ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാറായില്ല. ഫാലിക് സ്റ്റേജ് അതാണ് ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ് ഇങ്ങനെയുള്ളതൊക്കെ. അതിലും ബേബിക്ക് റൈറ്റ് ആൻഡ് റോങ് ഡിസൈഡ് ചെയ്യാറായില്ല. നെക്സ്റ്റ് ലേറ്റൻസി സ്റ്റേജ്, അതായത് സ്കൂൾ ഏജ്. ആ സമയത്താണ് ഒരു കൊച്ച് റൈറ്റ് ആൻഡ് റോങ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ ഈസ് ഡി ആണ് ആൻസർ. അപ്പോൾ നമുക്ക് ഈ 5 സ്റ്റേജിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് പിന്നെ ഇതിനെക്കുറിച്ച് ഞാൻ വളരെയധികം ഡിസ്കസ് ചെയ്യാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത് ഡ്യൂറിങ് ദ ഇൻഫൻസി സ്റ്റേജ്? ദാറ്റ് മീൻസ് വി ഹാവ് ടു നോട്ട് ദ ക്വസ്റ്റ്യൻ ദ ഗ്രോത്ത് ഡ്യൂറിങ് ഇൻഫൻസി മാത്രമാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് ഇൻഫൻസിയിലെ എന്തെല്ലാം ഗ്രോത്താണ്, എത്ര പെർസെൻറ്റേജ് ആണ് ഹൈറ്റ് വെയിറ്റ് ഒക്കെ കൂടുന്നത്, ഇതെല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്നതാണ്. ദെൻ ഫസ്റ്റ് ഓപ്ഷൻ, നമുക്കപ്പോൾ ഓപ്ഷനിലേക്ക് പോകാം. ഫസ്റ്റ് ഓപ്ഷൻ റാപ്പിഡ് ഇൻക്രീസ് ഇൻ ഫിസിക്കൽ സയൻസ് ആൻഡ് മോട്ടോർ സ്കിൽ, അതൊരു ഓപ്ഷൻ. നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് അബ്സ്ട്രാക്ട് തിങ്കിങ്, ഫോർമേഷൻ ഓഫ് സെൽഫ് ഐഡൻറ്റിറ്റി, ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ സ്കിൽ. അപ്പോൾ ഓൾവേസ് നമുക്ക് ഫസ്റ്റ് സെക്കൻഡിലൊക്കെ നമുക്ക് റൈറ്റ് ആൻസർ അറിയാമെങ്കിലും വി ഹാവ് ടു റീഡ് ദ കംപ്ലീറ്റ് ഓപ്ഷൻ. കാരണം നമുക്ക് ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യാനാണ്. അങ്ങനെ പെട്ടെന്നൊരു ആൻസർ ചൂസ് ചെയ്യുമ്പോഴാണ് റോങ് ആകാൻ ചാൻസ്. സോ നമുക്ക് ആദ്യം റാപ്പിഡ് ഇൻക്രീസ് ഇൻ ഫിസിക്കൽ സയൻസ് ആൻഡ് മോട്ടോർ സ്കിൽ. ഏറ്റവും മാക്സിമം ഗ്രോത്ത് നടക്കുന്ന എപ്പോഴാണ്? ജസ്റ്റ് ഇൻ യൂട്രോയിലും ഇൻഫൻസിയിലുമാണ് അല്ലേ? അത് നമ്മളങ്ങനെ പഠിച്ചു. പിന്നെ എന്താണ്? ടോൾഡറിലാകുമ്പോൾ ഉണ്ട്, പ്രീ സ്കൂളറിലും ഉണ്ട്. പക്ഷേ സ്കൂളറിൽ അത് ഡിലേ ആണ്, വളരെ ഡിലേ ആണ്. പിന്നെ അഡോളസെൻറ്റിലാണ്. ഇതാണ് ഗ്രോത്തിൻ്റെ പാറ്റേൺ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇവിടെ കിടക്കട്ടെ. നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് അബ്സ്ട്രാക്ട് തിങ്കിങ് ഡെവലപ്പ് ചെയ്യുന്നത് എവിടെയാണ്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. അതായത് ഇൻഫൻസിയിലല്ല, ലേറ്റൻസി സ്റ്റേജൊക്കെ ആവും. അതായത് ഒരു പ്രീ സ്കൂളറിലാണ് അബ്സ്ട്രാക്ട് തിങ്കിങ് വരുന്നത്, സ്കൂളറിലാണ് അബ്സ്ട്രാക്ട് തിങ്കിങ് വരുന്നത്. സോ അപ്പോൾ ഇത് ഇൻഫൻസി അല്ല, ഇത് സ്കൂളറിൽ വരും. അടുത്തത് ഫോർമേഷൻ ഓഫ് സെൽഫ് ഐഡൻറ്റിറ്റി. എപ്പോഴും ഞാൻ ആരാണ് എന്ന് ബേബീസ് തിരിച്ചറിയുന്നത് ടോൾഡറൊക്കെ അതിൻ്റെ അവസാനം, അത് 3 years ഒക്കെ ആകുമ്പോഴത്താണ്. ടോൾഡർ പ്രീ സ്കൂളറിൻ്റെ ഏർലി പ്രീ സ്കൂളർ. അപ്പോൾ ഈ സമയമാകുമ്പോൾ, അതുകൊണ്ട് ഇതും ഇൻഫൻസി അല്ല. ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ സ്കിൽ ഡെവലപ്മെൻറ്റ്, ഇത് ചോദിക്കുന്ന കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഫൻസി. അപ്പോൾ സോഷ്യൽ സ്കില്ല് ഗ്രോത്ത് അല്ല. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ സൈസാണ്. ഇറ്റ്സ് എ ക്വാണ്ടിറ്റീവ് ഇൻക്രീസ്, അതായത് നമുക്ക് കാണാൻ പറ്റണം. അപ്പോൾ ആ രീതിയിൽ ചിന്തിച്ചാലും ഇതൊന്നും ഇൻഫൻസിയിലല്ല. കാരണം ഇത് ഒരിക്കലും ഗ്രോത്ത് അല്ല, ഇത് ഡെവലപ്മെൻ്റ് ആണ്. ഐഡൻറ്റിറ്റി ഗ്രോത്ത് അല്ല, ഡെവലപ്മെൻ്റ് ആണ്. അബ്സ്ട്രാക്ട് തിങ്കിങ്ങും ഡെവലപ്മെൻ്റ് ആണ്. ഇതെല്ലാം ഡെവലപ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ആകെപ്പാടെ ഗ്രോത്തിന് വരുന്ന ഫസ്റ്റാണ്. അപ്പോൾ ആൻസർ ഏതാണ്? എ ആണ് ആൻസർ. അപ്പോൾ ഗ്രോത്തും ഡെവലപ്മെൻറ്റും വ്യത്യാസമുണ്ട്. ഗ്രോത്ത് ഈസ് ക്വാണ്ടിറ്റേറ്റീവ്, വി ക്യാൻ സീ ഹൗ മച്ച് ബേബി ഈസ് ഗ്രോയിങ്. ഇത് മീൻസ് ഡെവലപ്മെൻറ്റ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ആണ്. പക്ഷേ ഗ്രോത്ത് മെഷർ ചെയ്യുന്ന പോലെ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കില്ല. സോ ഇൻക്രീസ് ഇൻ സൈസ് എപ്പോഴും ഗ്രോത്തിൻ്റെ അണ്ടറിലാണ് വരുന്നത്. പിന്നെ ഇൻഫൻസി നമ്മൾ പ്രത്യേകം അറിഞ്ഞാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് ഡസ് ദ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് കോൺഫ്ലിക്റ്റ് ഒക്കെ അക്കോർഡിംഗ് ടു എറിക്സൺ? അപ്പം ആസ് പെർ ദ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റൽ തിയറി ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ഏത് സ്റ്റേജിലാണ്? അപ്പോൾ 8 സ്റ്റേജ് ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ അറിയണം, അറ്റ്ലീസ്റ്റ് പേര് മീൻസ് ടൈം പീരീഡ് എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് മീൻസ് അറ്റ് ബിഗിനിങ് ഡ്യൂറിങ് ഇൻഫൻസി പീരീഡ് ബേബി ഈസ് റിക്വയറിങ് ഫുഡ്, കംഫോർട്ട് ആൻഡ് അഫെക്ഷൻ. ഈ 3 കാര്യങ്ങൾ കറക്റ്റായിട്ട് ബേബിക്ക് കിട്ടുവാണെങ്കിൽ ബേബിക്ക് ഒരു ട്രസ്റ്റ് ഫീലിംഗ് ഡെവലപ്പ് ചെയ്യും. ഇഫ് ബേബി ഈസ് നോട്ട് ഗെറ്റിംഗ് അറ്റ് ദ ടൈം മീൻസ് വെൻ എവർ ബേബി റിക്വയർഡ് ബേബി ഈസ് നോട്ട് ഗെറ്റിംഗ് ഓർ ഡിലേയിങ് ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് നീഡ്, അതായത് കരയുമ്പോൾ കിട്ടണില്ല, കുറച്ച് കഴിയുമ്പോൾ അവർക്ക് സമയമുള്ളപ്പോൾ കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്താൽ മിസ്ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇത് ഇൻഫൻസിയിലാണ്. അപ്പോൾ ഇത് ആൻസർ ഇൻഫൻസിയാണ്. പിന്നെ എന്താണ്? ടോൾഡറിലല്ല, ഓട്ടോണമി ബേസ് ഷെയിം ആൻഡ് ഔട്ട് ആണ്. ദെൻ പ്രീ സ്കൂളർ ഇനീഷ്യേറ്റീവ് അതാണ്. ദെൻ എന്താണ്? സ്കൂളറിൽ ഇൻറ്റഗ്രിറ്റിയുടെയാണ്. അപ്പോൾ ഈ 4 എണ്ണമാണ് വരുന്നത്. അപ്പോൾ എൻ്റെ ആൻസർ ഏതാണ്? എ ആണ്, എ ഇൻഫൻസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ അഡോളസെൻറ്റ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഈ ഡെവലപ്മെൻ്റ് ആണിത്, ഇത് നമ്മൾ മൈൻഡ് ചെയ്യണം. ഇറ്റ്സ് നോട്ട് ഗ്രോത്ത്, ഡെവലപ്മെൻ്റ് ആണ്. ഏത് സ്റ്റേജാണ്? അഡോളസെൻറ്റ് സ്റ്റേജിൽ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ വളരെ അതിൻ്റെ ഇതിന് ഈവൻ ക്വയറി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്, അതാണ് ഈവൻ ക്വയറി. അത് നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം. ഐ മീൻ വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ഈവൻ ക്വയറി. മീൻസ് അഡോളസെൻറ്റ് സ്റ്റേജ്, ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അറിയാം. അഡോളസെൻറ്റ് സ്റ്റേജ് മെയിനായിട്ട് വരുന്ന ഡെവലപ്മെൻറ്റ് ഏതാണെന്ന് നമുക്കറിയാം. ഫസ്റ്റ് എന്താണ്? ഐഡൻറ്റിറ്റിയാണ്. പേഴ്സണൽ ഐഡൻറ്റിറ്റി, സെക്ഷൽ ഐഡൻറ്റിറ്റി. സെക്കൻഡ് പിയർ റിലേഷൻഷിപ്പ്, അതായത് കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നു. പിന്നെ ഇമോഷണൽ, അത് സ്റ്റേബിൾ അല്ല, ഇൻറ്റൻസിറ്റി, ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് പറയേണ്ടത്? എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ലൈഫ് ലോങ് കരിയർ. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ലൈഫ് ലോങ് കരിയർ വരുന്നത് ഏർലി അഡൽട്ട്ഹുഡിലാണ്. അപ്പോൾ അഡോളസൻസിന് എന്താണ് വരുന്നത്? കരിയർ ചോയ്സാണ്. അവരിങ്ങനെ പലതും ചൂസ് ചെയ്യും, അതിൽ നിന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത്. അതായത് ലൈഫ് ലോങ് കരിയർ സെലക്ട് ചെയ്യാൻ പോകുന്ന സമയമാണ്. ഇറ്റ്സ് നോട്ട് എ സെലക്റ്റഡ്. സോ ഇതല്ല. നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണൽ ഐഡൻറ്റിറ്റി, അതോടെ കിടക്കട്ടെ. ഡിക്രീസ്ഡ് ഇൻഡിപെൻഡൻസ് ഫ്രം കെയർ ഗീവർ. ഡിക്രീസ്ഡ് ഇൻഡിപെൻഡൻസ് ഫ്രം കെയർ ഗീവർ അല്ല, അത് ഏർലി സ്റ്റേജിലുള്ളതാണ്. റെഡ്യൂസ്ഡ് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി, അതായത് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷേ അഡോളസൻസിൽ ബിക്കോസ് ഓഫ് ദ ഹോർമോണൽ ചേഞ്ചസ് ഇൻക്രീസ് ദ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി. മൂഡ് ചേഞ്ചസും ഭയങ്കര പ്രോബ്ലംസ് ഒക്കെ ഉള്ളത് അഡോളസെൻറ്റ് പീരീഡിലാണ്, ഡ്യൂ ടു ഇൻക്രീസ്ഡ് ഹോർമോണൽ സെക്രീഷൻ. Though of course the answer is development of personal identity, sexual identity. സെക്കൻഡ് എന്താണ്? പിയർ റിലേഷൻഷിപ്പ്. ഈ മെയിനിൽ മീൻസ് അഡോളസെൻറ്റിൽ വരുന്ന അതാണ്. അടുത്തത് ദ കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് മൈൽ സ്റ്റോൺ റെഫർ ടു. മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ഈവൻറ്റ്, മീൻസ് എ സ്പെസിഫിക് ഈവൻറ്റ് വിച്ച് ഈസ് ഹാപ്പനിങ് ഇൻ പർട്ടിക്കുലർ ഏജ് ടൈം. അതായത് എന്തെങ്കിലും ഈവൊക്കെ ഒരു പർട്ടിക്കുലർ പീരീഡിൽ സംഭവിക്കുന്നതിനെയാണ് മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് അറ്റ് ബർത്ത് ടു എത്ര അഡോളസെൻറ്റ് പീരീഡ് വരെയാണ് മൈൽ സ്റ്റോൺ അക്യൂർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വാട്ട് ഈസ് എ കോൺസെപ്റ്റ്, എന്താണ് മൈൽ സ്റ്റോൺ എന്നാണ് ചോദിക്കുന്നത്. സഡൻ ലാർജ് ചേഞ്ചസ് ഇൻ ബിഹേവിയർ ദാറ്റ് ഒക്കർ അറ്റ് സ്പെസിഫിക് ഏജ്. അപ്പോൾ സഡൻ ലാർജ് ചേഞ്ചസ് ഒക്കെ ഒരിക്കലും സഡൻ അല്ല, വളരെ ഗ്രാജുവലിയാണ്. ഒരു കൊച്ച് സംസാരിക്കണേ ആദ്യം കൂക്കു സൗണ്ട്, ഗർഗിൾ സൗണ്ട്, ബാബ്ലിംഗ് സൗണ്ട്, ഇങ്ങനെ എടുത്തിട്ടാണ് മാമ ലാസ്റ്റ് ഇത് വരുന്നത്. സോ ഇറ്റ്സ് എ വെരി ഗ്രാജുവൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. സോ സഡൻ അല്ല, ലാർജ് ചേഞ്ചസും അല്ല, വളരെ സ്ലോ ചേഞ്ചസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഈ ഓപ്ഷൻ അല്ല. നെക്സ്റ്റ് പ്രഡിക്റ്റബിൾ ഏജ് റിലേറ്റഡ് മാർക്കർ ദാറ്റ് ഇൻഡിക്കേറ്റ് ടിപ്പിക്കൽ ഡെവലപ്മെൻറ്റ്, അത് നമുക്ക് ഒരു കിടക്കട്ടെ. ആദ്യം ഒരിക്കലും ഓപ്ഷൻ സെലക്ട് ചെയ്യരുത്. സിഗ്നിഫിക്കൻറ്റ് ഈവൻറ്റ് ദാറ്റ് ഹാപ്പൻ ടു ആൻ ഇൻഡിവിജ്വൽ അറ്റ് എനി ഏജ്. സിഗ്നിഫിക്കൻറ്റ് ഈവൻറ്റ് ദാറ്റ് ഹാപ്പൻ ടു ആൻ ഇൻഡിവിജ്വൽ അറ്റ് എനി ഏജിലല്ല, ഓൾറെഡി ഫിക്സ്ഡ് ആണ് ഈ ഏജിൽ ഇത്ര സംഭവിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അവർക്ക് വളരെ ഗ്രാജുവലായിട്ട് ഓരോ ഏജിലും പർട്ടിക്കുലർ ഡെവലപ്മെൻ്റ് ആണ് സംഭവിക്കേണ്ടത്. അപ്പോൾ അതുമല്ല. അൺചേഞ്ചിങ് പാറ്റേൺ ഓഫ് ബിഹേവിയർ ഒബ്സർവ് ഇൻ ഓൾ ഇൻഡിവിജ്വൽ. അൺചേഞ്ചിങ് പാറ്റേൺ ഓഫ് ബിഹേവിയർ അല്ല, ബിഹേവിയർ ഓരോ സ്റ്റേജിലും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതായത് അവരുടെ ഗ്രോത്ത് കൂടുന്നതനുസരിച്ച് ബിഹേവിയറിൽ ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. സോ ഇതുമല്ല. പ്രഡിക്റ്റബിൾ, അപ്പം നമുക്ക് നേരത്തെ അറിയാം, പ്രഡിക്റ്റ് ചെയ്യാം, ഇന്നത് കഴിഞ്ഞ് ഇന്നതാണ്. കൊച്ചി ഇരുന്നിട്ടാണ് എഴുന്നേൽക്കുന്നത്, അത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈവൻ ഗ്രോത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രഡിക്റ്റ് ചെയ്യാം. എല്ലാ കാര്യങ്ങളും എന്താണ്, ആദ്യം ഇന്നത് വരും, അത് കഴിഞ്ഞ് അടുത്ത് വരും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇങ്ങനെ പ്രഡിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏജ് റിലേറ്റഡ്, ഓരോ ഏജിലും അതിന് വ്യത്യാസമുണ്ട്. ദാറ്റ് ഇൻഡിക്കേറ്റ് ടിപ്പിക്കൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോർമൽ ഓപ്പറേഷണൽ തിങ്കിങ് അക്കോർഡിംഗ് ടു പീജറ്റ്. വാട്ട് യു മീൻ ബൈ ഫോർമൽ ഓപ്പറേഷണൽ തിങ്കിങ്? അക്കോർഡിംഗ് ടു മീൻസ് ഇതൊരു കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറിയാണ്. ആസ് പെർ ദ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി ദർ ആർ 5 സ്റ്റേജസ്. നമ്മൾ സെൻസറി മോട്ടോർ അധികം കൂട്ടാറില്ല. സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, മീൻസ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്, അങ്ങനെ 4 സ്റ്റേജസ് ആണുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചോദിക്കുന്ന ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്, അത് ലാസ്റ്റ് സ്റ്റേജാണ്. ഇതിൻ്റെ അകത്ത് വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ്, എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പ്രത്യേകത?
നെക്സ്റ്റ് നമുക്ക് താഴെ നോക്കാം. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ഓൺലി. കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ബേബിക്കൊരു ടോയ് കിട്ടി. ആ ടോയിൽ ഒരു ബട്ടൺ ഉണ്ട്. ബേബി എന്ത് ചെയ്യും? ആ ബട്ടൺ പ്രസ് ചെയ്യും. എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ ഓരോന്നും അങ്ങനെ, അതിനാണ് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. ചെയ്യുന്നു, അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ഇതാണ്. അത് വരുന്നത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. അപ്പോൾ ഇത് തെറ്റാണ്. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഫോക്കസ് ഓൺ ടാഞ്ചിബിൾ ഒബ്ജക്റ്റ് ആൻഡ് കോൺക്രീറ്റ് ടാസ്ക്. അതായത് കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറ്റ് പ്രസൻറ്റ് അവിടെ ഉണ്ട്. ആ സാധനത്തെ മാത്രം ഫിസിക്കലി പ്രസൻ്റാണ്. അതിനെ അവർക്ക് ഫോളോ ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നു. അതിന് പറയാം, അത് ഏത് സ്റ്റേജിലുള്ളതാണ്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലുള്ളതാണ്. അപ്പോൾ അതല്ല. യൂസ് എ ട്രയൽ ആൻഡ് എറർ ടു സോൾവ് പ്രോബ്ലംസ്. ട്രയൽ ആൻഡ് എറർ മീൻസ് എങ്ങനെയാണ്? ചിലപ്പോൾ പിള്ളേരൊക്കെ ഈ ബെഡിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ 2-3 പ്രാവശ്യം ഇറങ്ങും, അത് 2-3 പ്രാവശ്യം വീഴും, പിന്നെ അങ്ങനെയാണ് അവർ പഠിക്കുന്നത്. അതാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അത് ഏതിലാണ് വരുന്നത്? സെൻസറി മോട്ടോർ സ്റ്റേജിലാണ്. അപ്പം ഇതെന്താണ്? എബിലിറ്റി ടു തിങ്ക് അബ്സ്ട്രാക്റ്റ്ലി ആൻഡ് ലോജിക്കലി അബൌട്ട് ഹൈപ്പോത്തറ്റിക്കൽ സൊല്യൂഷൻ. അവരില്ലാത്ത കാര്യം വെച്ചാൽ നമുക്ക് അബ്സ്ട്രാക്റ്റായിട്ട് ലോജിക്കായിട്ടൊരു കാര്യം തിങ്ക് ചെയ്യാനും ഒരു കാര്യത്തെ ഹൈപ്പോത്തറ്റിക് മീൻസ് പ്രയോറിറ്റൈസ് ചെയ്യാനും പറ്റുന്നത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജാണ്. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് അഡോളസെൻ്റ് പീരീഡ് മുതൽ ലൈഫ് ലോങ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജാണ്. അടുത്തത് എന്താണ്? ഇൻ ദ ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ സ്റ്റേജ് വിച്ച് ഇസ് ടിപ്പിക്കൽ ഓഫ് അഡോളസെൻ്റ് ആൻഡ് ഇൻഡിവിജ്വൽസ് പ്രൈമറി ഫോക്കസ്. അതായത് ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ഏതിലാണ് വരുന്നത്? അഡോളസെൻ്റ് പീരീഡിലാണ് വരുന്നത്. ഐഡൻറ്റിറ്റി മീൻസ് സെൽഫ് ഐഡൻറ്റിറ്റി, പേഴ്സണൽ ഐഡൻറ്റിറ്റി ആൻഡ് സെക്ഷൽ ഐഡൻറ്റിറ്റി. റോൾ കൺഫ്യൂഷൻ മീൻസ് ദേ ആർ നോട്ട് ഐഡൻറ്റിഫൈഡ് ദംസെൽസ്. അതായത് പേഴ്സണൽ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് സൊസൈറ്റിയിൽ എന്ത് ഐഡൻറ്റിറ്റിയാണ് ഉള്ളതെന്ന് അവർക്ക് മനസ്സിലായില്ല. അതായത് അവരാരും അംഗീകരിക്കുന്നില്ല. ഇങ്ങനെ വന്നാൽ അവർക്ക് കൺഫ്യൂഷൻ വരും. റോൾ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്ത് മാറുക, എൻ്റെ പൊസിഷൻ എന്താണെന്നുള്ള കൺഫ്യൂഷനാണ്. ദെൻ സെക്ഷൽ ഐഡൻറ്റിറ്റി, മെയിലാണോ ഫീമെയിലാണോ അങ്ങനെയുള്ള ഇതെല്ലാം വരുന്നത് അഡോളസെൻ്റിലാണ്. അപ്പോൾ വിച്ച് ഇസ് ദ ടിപ്പിക്കൽ ഇൻ അഡോളസെൻ്റ് ദ ഇൻഡിവിജ്വൽ പ്രൈമറി ഫോക്കസ് ഓൺ. ഫസ്റ്റ് നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ഫസ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് ക്ലോസ് ഫ്രണ്ട്ഷിപ്പ്. ഇത് അഡോളസെൻ്റ് പീരീഡിലുള്ളതാണ്. എസ്റ്റാബ്ലിഷിംഗ് എ സെൻസ് ഓഫ് സെൽഫ് ആൻഡ് പേഴ്സണൽ ഐഡൻറ്റിറ്റി, ലേണിംഗ് ടു കെയർ ഫോർ അതേഴ്സ്, അച്ചീവ് കരിയർ സക്സസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഡെവലപ്പിംഗ് ക്ലോസ് ഫ്രണ്ട്സ് ഓഫ് കോഴ്സ് അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ദിസ് ഇസ് നോട്ട് ദ പ്രൈമറി അല്ല, ടിപ്പിക്കലും അല്ല. ഒത്തിരി വിഡ്രോവൽ ഒക്കെ ഉള്ളവർക്ക് അങ്ങനെയില്ല. എസ്റ്റാബ്ലിഷ് എ സെൻസ് ഓഫ് സെൽഫ് ഐഡൻറ്റിറ്റി ആൻഡ് പേഴ്സണൽ ഐഡൻറ്റിറ്റി. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സെൽഫ് ഐഡൻറ്റിറ്റി വരുന്ന സമയമാണ് അഡോളസെൻ്റ് പീരീഡ്. ലേണിംഗ് ടു കെയർ ഫോർ അതേഴ്സ്, അതായത് മറ്റുള്ളവരെ കെയർ ചെയ്യുക എന്നുള്ളത് പ്രീ സ്കൂളറിലായിട്ട് പഠിക്കുന്നതാണ്. പ്രീ സ്കൂളറിൽ ഇനീഷ്യേറ്റീവ് അതിൻ്റെ അകത്ത് വരുന്നതാണ്. അപ്പം ഇത് അല്ല. ഇത് അച്ചീവിങ് കരിയർ സക്സസ് ഏതിൽ വരുന്നതാണ്? കരിയർ സക്സസ് വരുന്നത് ഏർലി അഡൽഹുഡിലാണ്. ഇൻറ്റിമസി വേഴ്സസ് അതിൻ്റെ അകത്ത് വരുന്നതാണ് അച്ചീവിങ് കരിയർ സക്സസ്. സോ എൻ്റെ ആൻസർ എന്താണ്? ബി ആണ്. എ സെൻസ് ഓഫ് സെൽഫ് ആൻഡ് പേഴ്സണൽ ഐഡൻറ്റിറ്റി. ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ലോറൻസ് കോൾബർഗ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ്, ദ പ്രീ കൺവെൻഷണൽ ലെവൽ ഓഫ് മോറൽ റീസണിങ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ. ഇത് ലോറൻസ് കോൾബർഗിൻ്റെ എന്താണ്? മോറൽ ഡെവലപ്മെൻറ്റ് തിയറിയാണ്. അപ്പോൾ മോറൽ ഡെവലപ്മെൻറ്റ് തിയറി 3 ഫേസസ് ഉണ്ട്, അതായത് ലെവൽസ് ഉണ്ട്. ഓരോ ലെവൽ, ഈച്ച് ലെവൽ ഹാസ് 2 സ്റ്റേജസ്. അതനുസരിച്ചാണ് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്നത് പ്രീ കൺവെൻഷൻ. അപ്പോൾ ഏതൊക്കെയാണുള്ളത്? പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി, കൺവെൻഷൻ മൊറാലിറ്റി, പോസ്റ്റ് കൺവെൻഷൻ മൊറാലിറ്റി. അപ്പോൾ പ്രീ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഏർലി സ്റ്റേജാണ്, അതായത് 3 വയസ്സിനുള്ളിൽ തന്നെ അച്ചീവ് ചെയ്യേണ്ടതാണ്. പിന്നെ മോറൽ ഡെവലപ്മെൻറ്റ് തിയറി ഒരു മൈൽ സ്റ്റോൺ പോലെയല്ല. ഇത് വൺസ് സ്റ്റക്ക് മീൻസ് ഇറ്റ് വിൽ നോട്ട് ഗോ ഫർദർ. അതായത് ഏതെങ്കിലും ഒരു സ്റ്റേജ് സ്റ്റക്കായാൽ പിന്നെ മുകളിലേക്ക് മൂവ് ആവില്ല. ബട്ട് അനദർ ഇതനുസരിച്ച് തിയറി അനുസരിച്ച് സൈക്കോ സോഷ്യൽ സെക്ഷലൊക്കെ ഒരു സ്റ്റേജ് അച്ചീവ് ആയാലും നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകും. മേ ബി അത് ഫെയിലർ ആയിട്ടായിരിക്കും അല്ലെങ്കിൽ സക്സസ് ആയിട്ടായിരിക്കും. എനിവേ ഇറ്റ് പാസ് ടു വൺ സ്റ്റെപ്പ് ടു അനദർ സ്റ്റെപ്പ്. ദിസ് ഈസ് മോറൽ ഡെവലപ്മെൻറ്റ് തിയറി, ലോറൻസ് കോൾബർഗിൻ്റെ ആണ്. ഇത് ചോദിക്കുന്ന പ്രീ കൺവെൻഷൻ ലെവലിൽ എന്താണ് മോറൽ റീസണിങ്? അണ്ടർസ്റ്റാൻഡിങ് ദ സോഷ്യൽ കോൺട്രാക്റ്റ് ആൻഡ് റെസ്പെക്റ്റിംഗ് ലോ. അണ്ടർസ്റ്റാൻഡ് ദ സോഷ്യൽ കോൺട്രാക്റ്റ് ആൻഡ് റെസ്പെക്റ്റിംഗ് ലോ പ്രീ കൺവെൻഷൻ മൊറാലിറ്റി അല്ല,
കൺവെൻഷൻ മൊറാലിറ്റി സെക്കൻഡ് ലെവലിലുള്ളതാണ്, അതിലെ 4th സ്റ്റേജാണ്. സോഷ്യൽ കോൺട്രാക്റ്റും റെസ്പെക്റ്റിംഗ് ലോയും ചെയ്യുന്ന 4ാമത്തെ സ്റ്റേജാണ്. അതല്ല, ഞാൻ അതിനെ പിന്നെ പ്രത്യേകം എക്സ്പ്ലെയിൻ ചെയ്യാതെ ഞാൻ ഓൾറെഡി അതിനെക്കുറിച്ചുള്ള ക്ലാസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫോളോയിങ് എസ്റ്റാബ്ലിഷ്ഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻ, ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസെ ഫോളോ ചെയ്യുന്നതും കൺവെൻഷണൽ മൊറാലിറ്റി, ദാറ്റ് മീൻസ് സെക്കൻഡ് ലെവലിലെ 3rd സ്റ്റേജാണ്. അപ്പോൾ ഇത് 3rd സ്റ്റേജാണ്, ഇത് 4th സ്റ്റേജാണ്. ഡെവലപ്പിംഗ് യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ, യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ 3ാമത്തെ ലെവല്, പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റിയിലെ ലാസ്റ്റത്തെ സ്റ്റേജ്, അതായത് 6ാമത്തെ സ്റ്റേജ്. ഒരാൾക്ക്, ഒരു ഹ്യൂമൻ ബീയിന് വളരാവുന്നതിൻ്റെ മാക്സിമം ആണ് യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ അനുസരിച്ചുള്ളത്. ഇത് ഏതാണ്? 6th സ്റ്റേജാണ്. ഇനിയിപ്പോൾ ബി നമുക്ക് നോക്കാം. മേക്കിംഗ് മോറൽ ഡിസിഷൻ ബേസ്ഡ് ഓൺ സെൽഫ് ഇൻട്രസ്റ്റ് ആൻഡ് അവോയ്ഡിങ് പണിഷ്മെൻറ്റ്, ഇതാണ് പ്രീ കൺവെൻഷൻ മൊറാലിറ്റിയുടെ 2nd സ്റ്റേജാണിത്. ഇതിൻ്റെ അകത്ത് സെൽഫ് ഇൻട്രസ്റ്റ് അനുസരിച്ചാണ്, ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്ന ടോളറാണ്. ദെൻ അവോയ്ഡിങ് പണിഷ്മെൻറ്റ്, പക്ഷേ പണിഷ്മെൻറ്റ് വരാതെ അവർ നോക്കുകയും ചെയ്യും. അത് അവർക്ക് സംസാരിച്ച് ഒക്കെ ചെയ്യാൻ അറിയാം. അതാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ബി ആണ് അപ്പോൾ ആൻസർ. ഇതിന് പ്രീ കൺവെൻഷൻ മൊറാലിറ്റിയുടെ 2nd സ്റ്റേജാണ്. ഫസ്റ്റ് സ്റ്റേജ് ഒബീഡിയൻസ് വേഴ്സസ് പണിഷ്മെൻ്റ് ആണ്. ഒബീഡിയൻ ചെയ്യും, എന്തിനാണ്? ടു അവോയ്ഡ് പണിഷ്മെൻറ്റ്. ദേ വിൽ മീൻസ് ഒബീഡിയൻസ് ടു എവറിത്തിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ലൈഫ് കോഴ്സ് പെർസ്പെക്റ്റീവ് ഡെവലപ്മെൻറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ, ഇത് അതിൻ്റെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡെവലപ്മെൻറ്റിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഒരു ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അത് ജസ്റ്റ് നമ്മൾ വായിക്കുന്നതല്ലാണ്. എന്തൊക്കെയാണ് ഒരു ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഓക്കെ, ഗ്രോത്തിനെ ആയിരുന്നെങ്കിൽ ന്യൂട്രീഷനാണ്, എന്തെങ്കിലുമൊക്കെ കൺജനേറ്റഡ് ഡിസോർഡർ ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കബിൾ ഡിസീസാണ്, പൂർ ഹൈറ്റ്, ഇതെല്ലാം ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യും. കാരണം ഗ്രോത്ത് വളരില്ല. ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്താണ്? ഡെവലപ്മെൻറ്റ് ഇൻറ്റേർണലി വരുന്നതാണ്. സോ ഓൺലി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. ബട്ട് ദർ ഇസ് ഉണ്ട്, ഒൺലി ആയതുകൊണ്ട് അത് റോങ് ആണ്. ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആണ് ഡെവലപ്മെൻറ്റ് ലൈഫ് ലോങ് ആണ്. സോ അൺചേഞ്ചിങ് ഫാക്ടേഴ്സ് സച്ച് ആസ് ബയോളജി, അതായത് അൺചേഞ്ചിങ് ഫാക്ടേഴ്സ് സച്ച് ആസ് ബയോളജി അല്ല, ബയോളജി അനുസരിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ചേഞ്ചസ് അനുസരിച്ചോ അല്ല ഡെവലപ്മെൻറ്റ് കൊഗ്നിറ്റീവാണ്, മെൻ്റലി വരുന്നതാണ്. ദെൻ സീരീസ് ഓഫ് ട്രാൻസിഷൻ ആൻഡ് ഈവൻ ത്രൂ ലൈഫ്, ഇത് എന്താണ്? ഓരോ ട്രാൻസിഷനാണ്, ഓരോ ഏജിലും ഓരോ ട്രാൻസിഷൻ. ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോവുക, അടുത്ത സ്റ്റേജിലേക്ക് പോവുക, അത് ലൈഫ് ലോങ് ആണ്. ഇതാണോ? അപ്പോൾ ഇത് നമുക്ക് ഇട്ട് വെക്കാം. ദ എൻവയോൺമെൻറ്റ് എലോൺ നോട്ട് ബയോളജിക്കൽ ഫാക്ടേഴ്സ്. ഈ ബയോളജി എന്ന് പറഞ്ഞിട്ടുണ്ട്, ബയോളജിക്കൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഏത് സോഷ്യോ എക്കണോമിക്കൽ ഇതാണ് ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ദ എൻവയോൺമെൻറ്റ് എലോൺ നോട്ട് ബയോളജിക്കൽ ഫാക്ടേഴ്സ്, അതായത് ബയോളജിക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലായി. എൻവയോൺമെൻറ്റ് എലോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയിരിക്കുന്ന അവസ്ഥ, ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിൻ എ സീരീസ് ഓഫ് ട്രാൻസിഷൻ ആൻഡ് ഈവൻ ത്രൂ ലൈഫ്. അപ്പം ആൻസർ ഈസ് സി ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഇനി വൺ മോർ ക്വസ്റ്റ്യൻ ഉണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കീ ഫീച്ചേഴ്സ് ഓഫ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്? അപ്പോൾ ഫോർമൽ ഓപ്പറേഷൻ, കോൺക്രീറ്റ് ഓപ്പറേഷൻ. ഫോർമൽ ഓപ്പറേഷൻ നമ്മൾ ഓൾറെഡി കണ്ടു, അബ്സ്ട്രാക്ട് തിങ്കിങ് ആണ്. അപ്പോൾ കോൺക്രീറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് സംതിങ് ഷുഡ് ബി ദെയർ, ദെൻ ഓൺലി ദേ വിൽ മീൻസ് ഡു ആസ് പെർ ദ ബിക്കോസ് ദേ കാൺട്ട് തിങ്ക് അബ്സ്ട്രാക്ട്ലി. എന്താണ് ഡെവലപ്മെൻറ്റ് ഓഫ് അബ്സ്ട്രാക്ട് റീസണിങ്? ഇല്ല, അബ്സ്ട്രാക്ട് നമുക്കില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റത്തില്ല, ഉള്ളത് മാത്രം വെച്ചുള്ള ഇതാണ്. സോ അതല്ല. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കൺസർവേഷൻ ആൻഡ് റിവേഴ്സിബിലിറ്റി, ഇതിടക്കിടക്കട്ടെ. എബിലിറ്റി ടു എൻഗേജ് ഇൻ ഹൈപ്പോത്തറ്റിക്കൽ ഡിഡക്റ്റീവ് റീസണിങ്. ഹൈപ്പോത്തറ്റിക്കൽ ഡിഡക്റ്റീവ് റീസണിങ് അല്ല, ഇത് വരുന്ന ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ്. യൂസ് ഓഫ് ട്രയൽ ആൻഡ് എറർ ടു സോൾവ് ഫ്രോം അല്ല, ട്രയൽ ആൻഡ് എറർ വരുന്ന ഏതിലാണ്? സെൻസറി മോട്ടോർ സ്റ്റേജിലാണ്. അപ്പോൾ ഇനി ചോദിക്കുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കൺസർവേഷൻ.
കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം അതിൽ നിന്ന് വേറെ ഷേപ്പിലേക്ക് മാറാൻ അല്ലെങ്കിൽ ചാൻസ് ഉണ്ട് എന്ന് ഇവർക്ക് മനസ്സിലാവും. ഏതാണ്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ. അതുപോലെ തന്നെ റിവേഴ്സിബിലിറ്റി, അത് മാറിയ സാധനം പഴയ പോലെ തിരിച്ചു വരാനും സാധിക്കും. ഇതാണ്. ഇത് വലിയതായിട്ട് എടുക്കല്. ഇതിലൊരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ഒരു ഗ്ലാസ് വാട്ടറാണ്, ഗ്ലാസ് നിറച്ച് വാട്ടറാണ്. അത് നമ്മളൊരു എത്രയാണ്? അതൊരു 250 ml ഒക്കെ അല്ലേ വരുന്നത്. അത് നമ്മളൊരു 500 ml ബോട്ടിലേക്ക് ഒഴിച്ചാൽ വാട്ടർ അവിടെ വരെ വരും, ആ ബോട്ടിലിൽ ഹാഫ് വരെ വരുള്ളൂ. പക്ഷേ അന്നേരം ഇവർക്ക് മനസ്സിലാവും ഈ വാട്ടർ സെയിം സാധനമാണ്, സെയിം മീൻസ് ഒബ്ജക്റ്റാണ്. അത് അതിൻ്റെ ഷേപ്പ് മാറി, അതിൻ്റെ സൈസ് മാറി എന്നേ ഉള്ളൂ, ബട്ട് ദ ഒബ്ജക്റ്റ് ഈസ് സെയിം. അതിനാണ് കൺസർവേഷൻ എന്ന് പറയുന്നത്. റിവേഴ്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ സാധനം വീണ്ടും തിരിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അതിൻ്റെ പഴയ ഷേപ്പിൽ തന്നെ വരും എന്നറിയാം. അതാണ് റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. ഇതിനെയാണ് കൺസർവേഷൻ ആൻഡ് റിവേഴ്സിബിലിറ്റി. ഇത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൻ്റെ മെയിനാണ്. ഇതാണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൻ്റെ മെയിൻ. അബ്സ്ട്രാക്റ്റ് തിങ്കിങ് ആണ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിൻ്റെ മെയിൻ. ട്രയൽ ആൻഡ് എറർ ആണ് സെൻസറി മോട്ടോർ സ്റ്റേജിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ആൻസർ ഇത് ബി ആണ്. ബി ഇതാണ് എൻ്റെ ആൻസർ. So our MCQ question means today's section is over, but if any doubt or anything, just put it in the comment box. Thank you.